എല്ലാവർക്കും നമസ്കാരം. ലേൺവീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അനഘ. നമ്മളുടെ പേപ്പറായ ഫുഡ് സയൻസ് ആൻഡ് സേഫ്റ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്തിന്റെ പാർട്ട് 2ന്റെ ക്ലാസ് ആണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പാർട്ട് 2 നമ്മൾ ഫുഡിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയും അതുപോലെ തന്നെ ഹെൽത്തിനെ പറ്റിയും ഹെൽത്തും ന്യൂട്രീഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ ഒരു 3 ഹെഡിങ്ങൂടെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും യൂണിറ്റ് 1 കംപ്ലീറ്റ് ആവും. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മള് ഫുഡിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയാണ് നോക്കുന്നത്. ഫുഡ് നമ്മളുടെ ബോഡിയിൽ 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ്, സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ. അതിൽ നമ്മൾ ആദ്യം തന്നെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനെ പറ്റിയാണ് നോക്കുന്നത്. ഈ എന്താണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളുടെ ബോഡി സർവൈവ് ചെയ്യണമെങ്കിലും ഗ്രോ ചെയ്യണമെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിലും കുറച്ച് ബേസിക് ഫംഗ്ഷൻസ് നടക്കണം. അപ്പൊ ഈ ഒരു ബേസിക് ഫംഗ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ഫുഡിന്റെ അകത്ത് ന്യൂട്രിയൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഫുഡിന്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 3 തരത്തിലാണ് ഈ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷനെ നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റുന്നത്. എനർജി ഗിവിംഗ് ഫംഗ്ഷൻ, ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? എനർജി ഗിവിംഗ് ഫംഗ്ഷൻ, ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എനർജി ഗിവിംഗ് ഫംഗ്ഷൻ ആണ്. ഇതൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സിന്റെ സംഭവം തന്നെയാണ് ഇവിടെയുള്ളത്. ജസ്റ്റ് ഹെഡിങ് മാറുന്നതേ ഉള്ളൂ. എനർജി ഗിവിംഗ് ഫംഗ്ഷൻ എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കാം. എന്താണ് എനർജി? നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസും ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി ആവശ്യമായിട്ടുണ്ട്. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൽ നിന്നാണ്. ഫുഡിന്റെ ഏതൊക്കെ ന്യൂട്രിയൻസിൽ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഫാറ്റിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഫാറ്റ്സ് ഒരു എനർജി റിസർവ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് എനർജി റിസർവ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ആണ് നമുക്ക് എനർജി തരുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ബോഡി ഫ്യൂൽസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയെ ബോഡി ഫ്യൂൽസ് എന്ന് വിളിക്കുന്നത്? കാരണം നമ്മുടെ ഫ്യൂൽസ് ഏതൊക്കെയാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽസ് പെട്രോളും ഡീസലും ഒക്കെയാണ്. സോ ഈ പെട്രോളും ഡീസലും ഒക്കെ എരിഞ്ഞ് എന്താണ് വണ്ടിക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സും ഒക്കെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യപ്പെട്ട് എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ ബോഡി ഫ്യൂൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഏതൊക്കെ വോളണ്ടറി ആക്ടിവിറ്റീസ്, ഏതൊക്കെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ എനർജി കൊണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സിറ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡിംഗ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ നമ്മളുടെ കൺട്രോളിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് വോളണ്ടറി ആക്ടിവിറ്റീസ്. ഇനി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിൽ നമുക്ക് കൺട്രോൾ ഒന്നും ഇല്ല. ഈ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് സർക്കുലേഷൻ. ഇതൊക്കെയാണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ. അതാണ് എനർജി ഗിവിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തതാണ് ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ. എന്താണ് ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻസ്? ഫുഡിലെ ചില ന്യൂട്രിയൻസ് നമ്മൾക്ക് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനും അതായത് ബോഡി ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഡാമേജ്ഡ് ടിഷ്യൂസിനെയൊക്കെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഏത് പ്രോട്ടീൻസ് ആണ്? നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ്സിൽ ഇതല്ലേ പഠിച്ചത്. അപ്പൊ പ്രോട്ടീൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു റിപ്പയറിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടുമുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ്. ഇനി മറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിനറൽസും വൈറ്റമിൻസും വാട്ടറും ആണ്. പക്ഷെ മെയിൻ റോൾ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ഇനി എന്താണ് ഈ ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്ന് നോക്കാം. കുറെ നേരമായിട്ട് ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്ന് വെച്ചാൽ, ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ബോഡിയിലോട്ട് പുതിയ സെൽസ് ആഡ് ചെയ്യപ്പെടുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിന്റെ സൈസ് കൂടുന്നതിനെ നമുക്ക് ഗ്രോത്ത് എന്ന് പറയാം. സോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലോട്ട് പുതിയ സെൽസ് ആഡ് ചെയ്യപ്പെടുകയോ അത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിലോട്ട് പുതിയ സെൽസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിന്റെ സൈസ് കൂടുന്നതിനെയോ നമുക്ക് ഗ്രോത്ത് എന്ന് പറയാം. ഇനി എന്താണ് റിപ്പയർ? വോൺ ഔട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ളതോ ഉള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പയർ എന്ന് പറയുന്നത്. അതാണ് ഗ്രോത്തും റിപ്പയർ എന്ന് വെച്ചാൽ. ഈ ഗ്രോത്തിനും റിപ്പയറിനും സഹായിക്കുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? പ്രോട്ടീൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഏതൊക്കെയാണുള്ളത്? മിനറൽസും വൈറ്റമിൻസും വാട്ടറും ആണുള്ളത്. ഇനി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കുട്ടി
വളരുന്നതും ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആ കുട്ടിക്ക് നീളം വെക്കുന്നതും അതുപോലെ തന്നെ ആ കുട്ടി ഹെവിയർ ആവുന്നതും എന്താണ് അത് ശരിയായ എമൗണ്ടിൽ ശരിയായ ഫുഡ് കഴിക്കുന്നതിലൂടെ പ്രോട്ടീൻ അകത്തേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. അതായത് റൈറ്റ് ഫുഡ് റൈറ്റ് എമൗണ്ടിൽ കഴിക്കുന്നത് മൂലം ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ആ ഒരു കുഞ്ഞിന് ലഭിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിന്റെ വളർച്ചയും അതേപോലെ തന്നെ എന്താ പറയാ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്നു. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ. ഇത് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് തിരിക്കാം. റെഗുലേറ്ററി ഫംഗ്ഷൻ എന്നും പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ എന്നും. അതിൽ ആദ്യത്തേതാണ് റെഗുലേറ്ററി ഫംഗ്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ റോൾ ഓഫ് ഫുഡ് ഇൻ കൺട്രോളിംഗ് ബോഡി പ്രോസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് കൺട്രോളിംഗ് ഹാർട്ട് ബീറ്റ്. സോ എന്താണ് റെഗുലേറ്ററി ഫംഗ്ഷൻ? അതായത് നമ്മളുടെ ബോഡി പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫുഡിന് എന്തുണ്ട്? ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഫുഡിന് ഒരു റോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫുഡിന്റെ റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അറൌണ്ട് ഒരു 37°C നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് ഫുഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഫുഡിലെ ഏത് കമ്പോണന്റ് ആണ്? നമ്മൾ അവിടെ ഫാറ്റ് റിച്ച് ഫുഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ, ഫാറ്റ് നമുക്കൊരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതാണ് ഈ ഒരു റെഗുലേറ്ററി ഫംഗ്ഷന്റെ ഇവിടെ വരുന്നത്. ഇനി കൺട്രോളിങ് ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാൻ, ലൈക്ക് ഇപ്പൊ വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ഇതൊക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഹാർട്ട് റേറ്റ് ഒരു 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മസിൽ കോൺട്രാക്ഷനും പിന്നെ മറ്റ് ഇന്റേണൽ പ്രോസസ്സിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസ് ആണെന്ന് നോക്കിക്കേ. പ്രോട്ടീൻസിൽ തന്നെ പെപ്സിനും ട്രിപ്സിനും. ഈ പെപ്സിനും ട്രിപ്സിനും എന്ന് പറയുന്ന എൻസൈമുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ എൻസൈമുകളും പ്രോട്ടീൻസ് ആണ്. സോ ഈ പെപ്സിനും ട്രിപ്സിനും എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം, ഇതിനൊക്കെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് വൈറ്റമിൻസ്. എസ്പെഷ്യലി ബി കോംപ്ലക്സ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ ഈ ഒരു റെഗുലേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് വാട്ടർ ആണെങ്കിൽ വേസ്റ്റിന്, നമ്മുടെ സ്വെറ്റ് വഴി, യൂറിൻ വഴി, ഫിസസ് വഴിയൊക്കെ വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഫുഡ് സഹായിക്കുന്നതിനെയാണ് ഫുഡിന്റെ റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് നമ്മൾക്ക് രോഗം വരാതെയും അതേപോലെ തന്നെ രോഗം വന്നാൽ തന്നെ നമ്മുടെ റിക്കവറിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ്? പ്രോട്ടീൻസും വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ആണ് ഉള്ളത്. അതിൽ പ്രോട്ടീൻസിൽ തന്നെ ലാക്ടോഫെറിൻ, ലൈസോസൈം പോലെയുള്ള പ്രോട്ടീൻസ് ആണ്. ഇവയെ നമ്മൾ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ലാക്ടോഫെറിനും ലൈസോസൈമും ഡിസീസ് കോസിംഗ് ഓർഗാനിസംസിനെതിരെ പ്രവർത്തിക്കുന്നു. ഈ ലാക്ടോഫെറിനും ലൈസോസൈമും എന്തിനെതിരെ പ്രവർത്തിക്കുന്നു? ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെതിരെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി വൈറ്റമിൻസ്, മിനറൽസും ഉണ്ട്. ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അതേപോലെ നമുക്ക് ഹെൽത്തി സ്കിന്ന്, ഹെൽത്തി ബോഡി ടിഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇനിയിപ്പം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ അൺഹെൽത്തി ആവുമ്പോൾ ക്രാക്സ് ഒക്കെ വീഴും. അപ്പൊ ഈ ക്രാക്സിൽ കൂടെയൊക്കെ ജേംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷന്റെ ഒരു റിസ്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി മൂലം ഈ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് റിക്കവറി സ്ലോവർ ആവും. അതേപോലെ തന്നെ നമ്മൾ വി ബിക്കം മോർ പ്രോൺ ടു ഇൻഫെക്ഷൻസ്. നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടും. അപ്പൊ അതാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്? എനർജി ഗിവിംഗ് ഫംഗ്ഷൻ ഉണ്ട്, ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് ഫൈനലി റെഗുലേറ്ററി ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ, ഫുഡിന്റെ സൈക്കോളജിക്കൽ ഫംഗ്ഷനിലേക്ക് വന്നു. നമുക്കറിയാം ഫുഡിന്റെ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫുഡിന് നമ്മുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സന്തോഷം തരാൻ, നമുക്ക് സ്നേഹം തരാൻ, അതായത് നമുക്ക് സ്നേഹം അനുഭവിക്കാൻ, അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളുടെ സ്നേഹം കൊടുക്കാൻ, ഇതിനെല്ലാം നമുക്ക് ഫുഡിനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡിന് ഇതിനെല്ലാത്തിനും ഉള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ സൈക്കോളജിക്കലി നമ്മുടെ ലൈഫിനെ ഫുഡ് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഫുഡിന്റെ റോള്, ആ ഒരു റോളിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? നോക്കിക്കേ. സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ഫുഡ് റെഫർ ടു ഹൗ ഫുഡ് സാറ്റിസ്ഫൈസ് അവർ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, ഗിവിംഗ് us comfort, joy, love and a sense of belonging. നമുക്ക് ഫുഡ് ഹെൽപ്സ് ടു ബിൽഡ് പോസിറ്റീവ് ഫീലിംഗ്സ്. ഫുഡ് നമുക്ക് പോസിറ്റീവ് ഫീലിംഗ്സ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇമോഷണൽ ബോൺസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഈവൻ ഷേപ്സ് അവർ സോഷ്യൽ ബിഹേവിയർ. എന്തിനധികം പറയുന്നു? നമ്മളുടെ സോഷ്യൽ ബിഹേവിയറിനെ വരെ ഷേപ്പ് ചെയ്യുന്നതിന്
ഈ ഒരു ഫുഡ് സഹായിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ സൈക്കോളജിക്കൽ ഫംഗ്ഷനിൽ വരുന്നു. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈക്കോളജിക്കൽ ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഫുഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്റ് സാറ്റിസ്ഫൈസ് ഹങ്കർ ആൻഡ് ബ്രിങ്സ് ജോയ്. ഒന്നാമത് നമ്മുടെ വിശപ്പ് ഇതിനെ എന്ത് ചെയ്യുന്നു? ശമിപ്പിക്കുന്നു. നമ്മുടെ വിശപ്പിനെ ആഹാരം ശമിപ്പിക്കുന്നു. നമുക്ക് സന്തോഷം തരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലഷർ ആസ് വെൽ ആസ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇംപ്രൂവ്സ് മൂഡ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ്ങും ഉണ്ടാക്കും. എങ്ങനെയാണ്? ഇപ്പൊ നമ്മളുടെ ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നല്ല മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചാൽ നമ്മുടെ മൂഡ് തന്നെ മാറും. നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യും. നോക്ക്, എൻജോയബിൾ മീൽസ് ക്യാൻ ലിഫ്റ്റ് അവർ മൂഡ് വൈൽ ലാക്ക് ഓഫ് ഫുഡ് ക്യാൻ ലീഡ് ടു ഇറിറ്റേഷൻ, സാഡ്നെസ് ഓർ അഗ്രേഷൻ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, വിഷമം ഉണ്ടാവും, അഗ്രഷൻ, ദേഷ്യം വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇനി എന്താണ്? ഫുഡ് ആക്ട് എസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് കെയർ. ഫുഡ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ സ്നേഹത്തിന്റെ, കരുതലിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരമ്മ ആ അമ്മയുടെ കുട്ടിക്ക് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വെച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ആ അമ്മയുടെ സ്നേഹത്തെ പറ്റിയും ആ അമ്മയുടെ കരുതലിനെയൊക്കെയാണ് ആ ഒരു ഫുഡ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത് അല്ലേ? നമ്മുടെ അമ്മമാര് നമുക്ക് വെച്ചുണ്ടാക്കുന്ന ഫുഡില് അമ്മയുടെ സ്നേഹം കൂടെ കലർന്നിരിക്കും. അങ്ങനെ ഇമോഷണലി കൂടെ ഫുഡ് നമ്മളെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നു. ഇനി അടുത്തതാണ് സ്ട്രെങ്തൻസ് സോഷ്യൽ ബോണ്ട്സ്. സോഷ്യൽ ബോണ്ട്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഷെയർ ചെയ്യാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഫുഡ് ഷെയർ ചെയ്താൽ അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഫുഡ് ഷെയർ ചെയ്താൽ നമ്മളുടെ ബോണ്ട്സ് ഒന്നും കൂടെ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ അവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഫുഡ് ആസ് എ റിവാർഡ്. ഒരു റിവാർഡ് പോലെ നമ്മൾ ഫുഡ് കൊടുക്കും. നമ്മൾ എന്താ പറയാ, നല്ല മാർക്ക് വാങ്ങിച്ചാല് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അമ്മ വാങ്ങിത്തരും, അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിത്തരും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നല്ല എന്താ പറയാ, മാർക്ക് വാങ്ങിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നത് എന്താണ്? എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയും ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജിക്കലി ഒരു റോള് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡ് ആൻഡ് മെമ്മറി അസോസിയേഷൻസ്. ഫുഡ് നമുക്കറിയാം, ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറീസും ഒക്കെ ആയിട്ട് നല്ല റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കഞ്ഞി തന്നെ എടുക്കാം. കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കഞ്ഞി കുടിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് പനി വരുമ്പോഴാണ്. ഇപ്പൊ അല്ലാതൊരിടത്ത് പോയി നമ്മൾ കഞ്ഞി കുടിച്ചാല്, അതായത് പനി ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കഞ്ഞി കുടിച്ചാലും നമുക്ക് പണ്ട് പനി പിടിച്ച് കിടന്നതും ഒക്കെ നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ കഞ്ഞി കാണുമ്പോഴേ ചിലർക്ക് ഇതൊരു പനിക്കിടയ്ക്കുള്ള ഫുഡ് ആണല്ലോ എന്നായിരിക്കും ഓർമ്മ വരിക. അപ്പം നമ്മുടെ മെമ്മറീസും ഒക്കെ ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ കിച്ചടി എന്ന് പറയുന്ന ഫുഡാണ് നിങ്ങളുടെ ഈ എന്താ പറയാ, നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സം ഫുഡ്സ് ലൈക്ക് കിച്ചടി ആർ ലിങ്ക്ഡ് വിത്ത് സിക്നസ് ആൻഡ് കെയർ ഡ്യൂറിങ് ഇൽനെസ്. ഈ കിച്ചടി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇതിൽ മെയിൻ ആയിട്ട് മൂങ് ദാലും അതുപോലെ തന്നെ ചോറുമാണ് വരുന്നത്. പിന്നെ വേറെ ഒക്കെ ഓരോ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറി മാറി വരാം. പക്ഷെ മെയിൻ ആയിട്ട് മൂങ് ദാലും റൈസ് യൂസ് ചെയ്തിട്ടാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടില് നമ്മൾ കഞ്ഞി കുടിക്കുന്നത് പോലെ അവരുടെ നാട്ടിൽ അവർ കിച്ചടി ആയിരിക്കും കുടിക്കുക മെയിൻ ആയിട്ട്. ഇനി അടുത്ത എന്താണ്? സോഷ്യൽ ഫംഗ്ഷൻ. സോഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫുഡ്സ് റോൾ ഇൻ ഫോസ്റ്ററിങ് ഹ്യൂമൻ ഇന്ററാക്ഷൻ, കൾച്ചർ, കൾച്ചറൽ എക്സ്പ്രഷൻ, ഇമോഷണൽ കണക്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ബോണ്ടിങ്. സോ ഫുഡ് എന്ത് ചെയ്യുന്നു? ആൾക്കാരെ ബന്ധപ്പെടുത്തുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ, ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ഒക്കെ ഫോസ്റ്റർ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫുഡിന്റെ റോളിനെയാണ് ഫുഡിന്റെ സോഷ്യൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി സോഷ്യൽ റോൾ, അതിന്റെ സോഷ്യൽ റോളില് ഫുഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ആക്ട് ആസ് എ സിമ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് കെയർ. അക്സെപ്റ്റൻസിന്റെയും കരുതലിന്റെയും ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നു. നോക്കിക്കേ, ഷെയറിംഗ് ഫുഡ് ഈസ് എ യൂണിവേഴ്സൽ ഗെസ്റ്റർ ദാറ്റ് കൺവേസ് ഹോസ്പിറ്റാലിറ്റി, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സോഷ്യൽ അക്സെപ്റ്റൻസ്. Whether at home or in a formal setting, offering meal reflects respect and affection towards others. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുത്താൽ നമ്മളുടെ സ്നേഹമാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫുഡിലൂടെ ഒരു കരുതലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? അവരിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ അത് കിട്ടുന്ന ആൾക്ക് എന്തായിരിക്കും? ഓ, ഇവർക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടല്ലോ, എനിക്ക് ആഹാരം തന്നല്ലോ, അങ്ങനെ ഒരു സ്നേഹം കൂടെ അവർക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ, പേഴ്സണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നു.
ഇനി places central roles in social events such as birthdays, weddings and farewell functions where meals are shared to celebrate togetherness and create lasting memories. ഇപ്പൊ നമ്മുടെ സോഷ്യൽ ഇവന്റ്സ്, നമ്മുടെ ബർത്ത്ഡേ പാർട്ടീസ്, വെഡ്ഡിങ്സ്, ഫെയർവെൽ ഫംഗ്ഷൻസ്, ഇവിടെയൊക്കെ നമ്മൾ ഫുഡ് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കുന്നത് കേവലം വരുന്ന ആൾക്കാർക്ക് അവരുടെ വിശപ്പ് മാറട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അല്ല, നമ്മൾ നമ്മളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ആനന്ദം നമ്മൾ മറ്റുള്ളവരിലോട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഫുഡ് ഷെയർ ചെയ്തിട്ടായിരിക്കും. അപ്പൊ സോഷ്യൽ ഈവന്റ്സിലും ഒരു സെൻട്രൽ റോൾ എന്ന് പറയുന്നത് ഫുഡിനുണ്ട്. ഇനി എക്സ്പ്രഷൻ ഓഫ് അഫെക്ഷൻ ത്രൂ ഇൻവിറ്റേഷൻസ്. നമ്മൾ ഒരാളെ ഒരു ചായ കുടിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ലഞ്ചിന് വിളിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ആളോട് നമുക്കുള്ള എന്താ പറയുക ഒരു അഫെക്ഷനെ കാണിക്കുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്നു. ഇനി ഫെസ്റ്റിവൽസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ട്, വിഷു, ക്രിസ്മസ്, റംസാൻ, ഈദ്, ഹോളിയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ആൻഡ് നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യം നോക്കാം. ഇതെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഈ ഓരോ ഫെസ്റ്റിവലിനും അതിന്റേതായിട്ടുള്ള എന്തുണ്ട്, ഫുഡ്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം എന്താ പറയാ, നമ്മളിപ്പോ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പം നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നെയ്ബേഴ്സ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നു. എന്താ ചെയ്യാ, അതേപോലെ തന്നെ നമുക്കിപ്പോ പെരുന്നാളിന് നമുക്ക് ബിരിയാണി നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിന്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊണ്ടുതരുന്നു. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആസ് വെൽ ആസ് ഒരു കൾച്ചറൽ ഐഡന്റിറ്റി എന്തുണ്ട്, ഫുഡ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു ഫെസ്റ്റിവൽ, ഒരു കൾച്ചറൽ ഇവന്റിൽ പോലും ഫുഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് വഴി എന്താണ്, ഫാമിലീസിനെ ആയാലും പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസിനെ ആയാലും ഫുഡ് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഫുഡ് ഇൻ റിലീജിയൻ. നമുക്കറിയാം നമ്മൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് നമുക്ക് പായസം ലഭിക്കുന്നു. അതേപോലെ തന്നെ പള്ളികളിൽ നിന്ന് ഇപ്പം നമുക്ക് ഫുഡ് കിട്ടാറില്ല. അതിപ്പം ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ കുർബാനയ്ക്ക് നമുക്ക് അപ്പം കിട്ടാറുണ്ട്, വീഞ്ഞ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ നിന്നാണെങ്കിൽ നമുക്ക് പെരുന്നാളിന് അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്ത് നമുക്ക് കഞ്ഞി കിട്ടാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഫുഡ് എന്ന് പറയുന്നത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതെന്ത് ചെയ്യുന്നു, ഇത് ഒരു ഡിവിനിറ്റി കൂടെ ആ ഒരു ഫുഡിന് വരികയാണ്. നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമാണെങ്കിലും പള്ളിന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ ആ ഒരു അപ്പത്തിനാണെങ്കിലും മോസ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു കഞ്ഞിക്കാണെങ്കിലും ഒരു ഡിവിനിറ്റി, ഒരു സെൻസ് ഓഫ് എന്താ പറയാ ഒരു ടുഗദർനെസ് ഒക്കെ ആ ഒരു ഫുഡിനുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുമ്പോൾ, മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ടുഗദർനെസ്, അതായത് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടാണ് അവിടെ വരുന്നത് അല്ലെ. ഇനി ഫുഡ് റിഫ്ലെക്ട്സ് അവർ കൾച്ചർ. ഫുഡ് നമ്മളുടെ കൾച്ചറിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു, നമ്മളുടെ എന്താ പറയാ സംസ്കാരത്തെ തന്നെ. അതായത് ഇപ്പം ചില ഡിഫറെന്റ് ഡിഫറെന്റ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിരിക്കും. ഇപ്പൊ ഹിന്ദുസിൽ തന്നെ എന്താ പറയാ എല്ലാ ഹിന്ദുസ് ഒന്നും നോൺ വെജ് കഴിക്കുന്നവരായിരിക്കത്തില്ല. അതേപോലെ തന്നെ ചില കമ്മ്യൂണിറ്റീസ് ഒന്നും എന്താ പറയാ ഇപ്പം മുസ്ലിംസ് എന്ത് കഴിക്കാറില്ല, പോർക്ക് കഴിക്കാറില്ല. ക്രിസ്ത്യൻസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ചില കമ്മ്യൂണിറ്റീസ് ചിലതൊന്നും കഴിക്കാറില്ല. അതായത് ഓരോ കമ്മ്യൂണിറ്റീസിനും ഓരോ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ ഒരു സെയിം ഫുഡ് എല്ലാരും കഴിക്കുമ്പോൾ അവർക്ക് തന്നെ ഓക്കെ ഞാൻ ഇനി ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണെന്നൊരു തോന്നല് അവർക്ക് തന്നെ, അല്ലെങ്കിൽ ഇതെന്റെ കൾച്ചറാണ് എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു റിലീജിയസ് ബേസിൽ നിന്ന് മാറിയാൽ എന്താ പറയാ നമ്മളൊരു ലൊക്കാലിറ്റി എടുക്കാം. ഒരു ലൊക്കാലിറ്റിക്ക് മാത്രമായിട്ട് ചിലപ്പോൾ ഒരു ഫുഡ് കാണാം, അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ലൈക്ക് ഇപ്പം മലബാർ, കോഴിക്കോട് ഏരിയാസിലൊക്കെ കല്ലുമ്മക്കായ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു ഡിഷാണ്. സോ നമ്മളിപ്പം ഇപ്പൊ ഒരു കോഴിക്കോടുകാരൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഒരാള് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു കല്ലുമ്മക്കായ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രൗഡ് ഉണ്ടാവും. ലൈക്ക് ഓക്കെ നമ്മുടെ നാട്ടിലെ ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പൊ അയാൾ പറയും എന്റെ നാട്ടിലെ സാധനമാണ്. ആൻഡ് അവിടെയാണെങ്കിൽ അയാൾക്ക് ആ ഒരു ഫുഡ് മൂലം അയാൾക്ക് എന്തുണ്ട്, അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഞാൻ ആ നാട്ടിൽ പെട്ടതിൽ അയാൾക്ക് അഭിമാനം തോന്നുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പം ഫുഡ് എന്ന് പറയുന്നത് സോഷ്യലി ആളുകളെ അല്ലെങ്കിൽ ഇമോഷണലി ആളുകളെ എന്ത് ചെയ്യുന്നു, ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫുഡിന്റെ സോഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫുഡിന് 3 തരത്തിലുള്ള ഫംഗ്ഷൻ ആണുള്ളത്: ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആൻഡ് സോഷ്യൽ ഫംഗ്ഷൻ. നമുക്ക് നോക്കേണ്ടത് ഹ്യൂമൻ ഹെൽത്തിന്റെ കൺസെപ്റ്റ്സ് ആണ്. എന്താണ് കൺസെപ്റ്റ്സ് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്? അപ്പം ഫുഡിന്റെ ഫംഗ്ഷൻസ് എത്രയേ ഉള്ളൂ,
നമ്മൾ അടുത്ത ഇതിലോട്ട് കയറി ഹ്യൂമൻ ഹെൽത്തിന്റെ കൺസെപ്റ്റ്സ്. സോ നമ്മള് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വിചാരിക്കും പുറമേന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന് ഒരു അസുഖവും ഇല്ല, അയാൾ നല്ല ഫിറ്റ് ആണ്. നല്ല ഫിറ്റ് മീൻസ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു പുറമേന്ന് നോക്കുമ്പോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അല്ല. ആ ആ ഒരു സ്റ്റേറ്റിനെ അല്ല നമ്മൾ എന്തെന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളെ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഞാൻ പറഞ്ഞ കാര്യം, ഒരാൾക്ക് അസുഖമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് അയാൾ ഹെൽത്തി ആണെന്നല്ല അർത്ഥം. മറിച്ച് അയാൾ ഫിസിക്കലിയും മെന്റലിയും സോഷ്യലിയും എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരാൾ ഹെൽത്തി ആണ്, അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യമുണ്ട്, അയാൾ ആരോഗ്യവാനാണ്, അയാൾ ആരോഗ്യവതിയാണ് എന്ന് നമുക്ക് പറയാനായി. A person may appear disease free but still lack full health if feeling tired, stressed or socially isolated. ഒരു പേഴ്സൺ ഡിസീസ് ഫ്രീ ആയിരിക്കാം, പക്ഷെ അയാൾ മെന്റലി എക്സോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ സോഷ്യലി ഐസൊലേറ്റഡ് ആണെങ്കിൽ അയാൾ ഹെൽത്തി ആണോ? അല്ല. No one experiences complete health all the time. However, someone is considered healthy if they are generally well most of the time. ആരും എല്ലാ സമയത്തും ഹെൽത്തി ആയിരിക്കത്തില്ല. പക്ഷെ എന്തിരുന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഒരാള് വെല്ലായിട്ടിരിക്കുക, ഒരാൾ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അയാൾ ഒരു ഹെൽത്തി മനുഷ്യനാണെന്ന് പറയാം. ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആണ്. സോ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്, സോഷ്യൽ ഹെൽത്ത് ഉണ്ട്, പിന്നെന്താണുള്ളത്? സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ട്. അതില് WHO എന്താ പറയാ, WHO സ്പിരിച്വൽ ഹെൽത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ എന്തിരുന്നാൽ പോലും ഇപ്പം എമർജിങ് ആയിട്ട് ഈ സ്പിരിച്വൽ ഹെൽത്തും കൂടെ വരുന്നുണ്ട്. അത് നിങ്ങളുടെ എന്താ പറയാ സിലബസിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഫിസിക്കൽ ഹെൽത്ത് നോക്കാം. എന്താണ് ഫിസിക്കൽ ഹെൽത്ത്? നമുക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഹെൽത്ത് ആണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരാളെ കാണുന്നു, അയാളെ കാണുമ്പം അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരാൾ പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അയാൾ ഹെൽത്തി അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് വിഷ്വലി എന്താ പറയാ ഡിറ്റക്റ്റബിൾ ആണ്, ഈസിലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ആണ് ഈ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ടും അയാളുടെ ബിഹേവിയർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫിസിക്കലി അയാൾ ഹെൽത്തി ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഫിസിക്കലി ഹെൽത്തി പേഴ്സൺ ലുക്സ് അലേർട്ട്, റെസ്പോൺസീവ്, എനർജറ്റിക് ആൻഡ് വിഗറസ്. ഒരു ഫിസിക്കലി ഹെൽത്തി പേഴ്സൺ എപ്പോഴും അലേർട്ട് ആയിരിക്കും, റെസ്പോൺസീവ് ആയിരിക്കും, എനർജറ്റിക് ആസ് വെൽ ആസ് വിഗറസ് ആയിരിക്കും. എന്താണ് ഫിസിക്കൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കിയാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ഓൾ ബോഡി സിസ്റ്റംസ് ആൻഡ് ഓർഗൻസ് ആൻഡ് ദ ആബ്സെൻസ് ഓഫ് ഇൽനെസ് ഓർ ഇഞ്ചുറി. എന്താണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സിസ്റ്റംസ് ഓർഗൻസും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു, നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി ഒന്നും ഇല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ ആള് ഫിസിക്കലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം വരും. അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഒരു ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണ് ഇതൊക്കെ ഈസി ആയിട്ട് സാധിക്കും. ഇനി എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ഇതിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്, മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, ബോഡി കോമ്പോസിഷൻ, ഇതൊക്കെ ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒരു ഫിസിക്കലി ഹെൽത്തി പേഴ്സൺ ഇതെല്ലാം കാണിക്കും. ഇനി ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക, നല്ല ഹൈജീൻ കീപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾ ഒരു ഫിസിക്കലി ഹെൽത്തി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാർഡർ ടു മെഷർ. അത് നമുക്ക് മെഷർ ചെയ്യാനും പാടാണ്. ഫിസിക്കൽ ഹെൽത്ത് അങ്ങനെയല്ല. ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷെ മെന്റൽ ഹെൽത്ത് അങ്ങനെയല്ല. മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ മോർ കോംപ്ലക്സ് ആണ്. ആൻഡ് ഈസ് ഹാർഡർ ടു മെഷർ ചെയ്യാനും ഹാർഡർ ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഫ്രീഡം ഫ്രം ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് ആവശ്യമില്ലാതെയും ആവശ്യത്തിനും ഒക്കെ ചിന്തിച്ചു കൂട്ടി ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ, അതിനെ നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് വിളിക്കാം. നോ കോൺസ്റ്റന്റ് ടെൻഡൻസി ടു കണ്ടേൺ ഓർ പിറ്റി വൺ സെൽഫ്. എനിക്ക് എന്താ പറയാ, ഞാൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ അയാൾ മെന്റലി ഹെൽത്തി അല്ല. അത് ഉണ്ടാവാത്ത, അതായത് അങ്ങനെ ഒരു ചിന്തയെ ഇല്ലാതിരുന്നാൽ അയാൾ മെന്റലി ഹെൽത്തി ആണ്. ഗുഡ് അഡാപ്റ്റബിലിറ്റി ടു പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്. ആളുകളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും ഒക്കെ നല്ലപോലെ അഡാപ്റ്റ് ചെയ്ത്
പോവാൻ പറ്റുന്ന ഒരാളില് മെന്റലി ഹെൽത്തി ആയിരിക്കും. സെൻസിറ്റിവിറ്റി ടു ദി ഇമോഷണൽ നീഡ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവര്, മറ്റുള്ളവരുടെ ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കുന്നവരൊക്കെ മെന്റലി ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെ കൺസിഡറേഷനോടെ നോക്കുക, മറ്റുള്ളവരെ കൂടെ പരിഗണിച്ച് ജീവിക്കുന്നവരൊക്കെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഇമോഷൻസിനെല്ലാം ഒരു സെൽഫ് കൺട്രോൾ വെക്കുന്നവര്, ലൈക്ക് ഇപ്പം ജലസി, ആങ്കർ, ഫിയർ, ഇതൊക്കെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരെല്ലാം മെന്റലി ഹെൽത്തി ആയിട്ടുള്ളവരായിരിക്കും. മനസ്സിലായോ? അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് മെന്റൽ ഹെൽത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെയാണ്? ഫ്രീഡം ഫ്രം ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നോ കോൺസ്റ്റന്റ് ടെൻഡൻസി ടു കണ്ടം ഓർ പിറ്റി വൺ സെൽഫ്, സ്വയം ഒന്നിനും കൊള്ളത്തില്ല എന്ന് തോന്നലില്ലാതിരിക്കുന്നത്, ഗുഡ് അഡാപ്റ്റബിലിറ്റി ടു പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്, ആളുകളും അതേപോലെ തന്നെ സിറ്റുവേഷൻസും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ യോജിച്ചു പോകാൻ പറ്റുന്നത്, മറ്റുള്ളവരുടെ ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റുന്നവര്, പിന്നെ എന്താണ് മറ്റുള്ളവരെ കൺസിഡറേഷനോടുകൂടി മറ്റുള്ളവരുടെ കാര്യങ്ങളോട് പരിഗണിച്ച് ജീവിക്കുന്നവര്, സ്വന്തം ഇമോഷൻസിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണ് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി എന്താണ്, നമുക്ക് സിവിയർ ആയിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ സബ്റ്റിൽ ആയിട്ടുള്ള, അതായത് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. ചിലപ്പോ അയാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. മനസ്സിലായോ? പെർസിസ്റ്റന്റ് ഇഷ്യൂസ് ഈസ് ഇമോഷണൽ ഓർ ബിഹേവിയർ ഏരിയ. ഇൻ ദീസ് ഇമോഷണൽ ഓർ ബിഹേവിയറൽ ഏരിയാസ് മേ ബി എ സൈൻ ഓഫ് പുവർ മെന്റൽ ഹെൽത്ത്. ഇത് നേരത്തെ പറഞ്ഞ എന്താ പറയുന്നത്, ഇമോഷണൽ ആസ് വെൽ ആസ് ബിഹേവിയറൽ ഏരിയാസിൽ തുടർച്ചയായിട്ട് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇമോഷണലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബിഹേവിയറലി നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് തുടർച്ചയായിട്ട് പോകുന്നുണ്ട്, ഇത് കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ആർ ക്ലോസ്ലി കണക്റ്റഡ്. ഈ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എന്ന് പറയുന്നത് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇപ്പൊ മെന്റൽ ഹെൽത്ത് നമുക്ക് ഫിസിക്കൽ ഹെൽത്തിലോട്ട് ലീഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിലേക്ക് ലീഡ് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ ഇൽനെസ്സിലോട്ട് ലീഡ് ചെയ്യുന്നത്? എക്സാമ്പിൾ, ഇപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? കോസ്ഡ് ബൈ കോൺസ്റ്റന്റ് സ്ട്രെസ് ആൻഡ് എ പ്യുവർ അബിലിറ്റി ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്കിപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മെന്റൽ ഹെൽത്ത് ആണ്, മെന്റൽ ഇൽനെസ് ആണ്. ആ ഒരു മെന്റൽ ഹെൽത്ത് ഒരു ഫിസിക്കൽ ഇൽനെസ്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഇൽനെസ്സിലോട്ട് പോയി. ഹൈ ബ്ലഡ് പ്രഷർ മേ ബി കോസ്ഡ് ബൈ കോൺസ്റ്റന്റ് സ്ട്രെസ് ആൻഡ് പുവർ അബിലിറ്റി ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഇനി എങ്ങനെയാണ് ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഡിസ്ട്രെസ്സിലോട്ട് പോവുക? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫിസിക്കൽ ഇൽനെസ്, ഇപ്പം നമുക്ക് പോളിയോ ബാധിച്ച ഒരു കുട്ടി, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചൈൽഡ് വിത്ത് പോളിയോ മേ ഫീൽ ഇൻഫീരിയർ ആൻഡ് ഡെവലപ്പ് ഫീലിംഗ്സ് ഓഫ് ഫിയർ ഓർ സെൽഫ് പിറ്റി ലീഡിംഗ് ടു പുവർ സോഷ്യൽ ഇന്ററാക്ഷൻസ്. സോ ഒരു പോളിയോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് താൻ ഫിസിക്കലി ഇങ്ങനെ ആയി പോയല്ലോ എന്നത് വെച്ചിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനും, അതേപോലെ തന്നെ ഞാൻ എന്തോ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഇങ്ങനായി പോയല്ലോ എന്നൊക്കെ ചിന്ത കൊണ്ടും എന്താണ് മെന്റലിയും കൂടെ ആ കുട്ടിക്കൊരു തകർച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്. നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉള്ള ആൾക്ക് മെന്റൽ ഹെൽത്ത് നല്ലതാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരെ തിരിച്ചും അതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് സോഷ്യൽ ഹെൽത്ത്. സാമൂഹിക ആരോഗ്യം. സോഷ്യൽ ഹെൽത്ത് refers to an individual's ability to recognize that he or she belongs to a family, identify with a wider community, understand and fulfill obligation towards others in society, relate effectively with the people around them. So, എന്താണ് സോഷ്യൽ ഹെൽത്ത് എന്ന് വെച്ചാല്? സോഷ്യൽ ഹെൽത്ത് എന്ന് വെച്ചാല് ഒരാളുടെ കഴിവാണ്. അതായത് ഒരാൾക്ക് ഞാനൊരു ഫാമിലിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള, എന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവ്. ഇനി എന്താ പറയാ, സൊസൈറ്റി, താനൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, സോ സമൂഹത്തിനോട് തനിക്ക് ചില കടമകളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് ഫുൾഫിൽ ചെയ്യാനുള്ള കഴിവും ഉണ്ട്. പിന്നെ അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവും ഉണ്ട്.
സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ഹെൽത്ത്, അയാൾ ഒരു സോഷ്യലി ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാം. സോഷ്യൽ ഹെൽത്ത് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇപ്പം ഇപ്പൊ പുവർ മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സോഷ്യലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാനോ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനോ പറ്റത്തില്ല. സോ പുവർ മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സോഷ്യൽ ഹെൽത്തും വരില്ല. ഇനി ഫിസിക്കൽ ഹെൽത്തോ, ഇപ്പൊ ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള അതായത് ഫിസിക്കൽ ഇൽനെസ് എന്താണ് മെന്റൽ ഇൽനെസ്സിലോട്ട് നയിക്കും. അങ്ങനെയാണെങ്കിലും സോഷ്യലി എന്താ പറ്റത്തില്ല, സോഷ്യൽ ഹെൽത്തും പുവർ ആവും. സോഷ്യലിയും അയാള് ഇൽനെസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സോഷ്യൽ ഇൽ ഹെൽത്ത് എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഹെൽത്ത് നമ്മൾ നോക്കി. സോഷ്യൽ ഇൽ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ സോഷ്യൽ ഹെൽത്തിൽ പറഞ്ഞത്, ഇതൊന്നും ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ ആണ് സോഷ്യൽ ഇൽ ഹെൽത്ത് പേഴ്സൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വേർ എ പേഴ്സൺ ഈസ് unable to behave in a socially acceptable way, struggles to relate well with others, and may show actions like aggression, dishonesty or lack of responsibility in a community. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യലി ഹെൽത്തി പേഴ്സൺ എന്താണെന്നാണോ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്, അതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ നമുക്ക് സോഷ്യൽ ഇൽ ഹെൽത്ത് പേഴ്സൺ എന്ന് വിളിക്കാം. അതായത് തനിക്ക് താൻ ഒരു സാമൂഹിക ജീവിയാണെന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കുക, തനിക്ക് സമൂഹത്തിനോടുള്ള കടമകളൊന്നും ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ടിരിക്കുക, ഡിസോണസ്റ്റ് ആയിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡിവിജ്വൽസ് ആണ് സോഷ്യൽ ഇൽ ഹെൽത്ത് പേഴ്സൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവരെ നമുക്ക് ആന്റി സോഷ്യൽ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഇപ്പൊ ക്രിമിനൽസ് ഒക്കെ ആന്റി സോഷ്യൽ ആണ്. ആന്റി സോഷ്യൽ ബിഹേവിയറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? തെഫ്റ്റ്, മർഡർ, ഡിസ്ട്രക്റ്റീവ് ആക്ട്സ് ഇതെല്ലാമാണ്. Society actively controls such behavior as tolerating it would harm the social structure. So society ഈ ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊക്കെ നമ്മൾ ഓക്കെ പോട്ടെ, അവനായി അവന്റെ പാടായി എന്ന് വിചാരിച്ചിരുന്നാൽ ഇത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ ഇൽ ഹെൽത്ത് പേഴ്സൺസിനെ എന്ത് ചെയ്യണം? ചികിത്സിക്കണം, അല്ലെങ്കിൽ ചികിത്സിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്തേണ്ടത് സൊസൈറ്റിയുടെ കടമയാണ്. ആൻഡ് സൊസൈറ്റി അത് ചെയ്യുന്നുമുണ്ട്. ഇനി അടുത്തതാണ് സ്പിരിച്വൽ ഹെൽത്ത്. ഈ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ WHO ഡെഫിനിഷനിൽ വരുന്നതല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതൊരു എമർജിങ് ഹെൽത്ത് ആണ്. കാരണം വളരെ ഇമ്പോർട്ടൻസ് ഇപ്പം ഈ ഒരു സ്പിരിച്വൽ ഹെൽത്തിന് വരുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് ഇന്നർ സെൻസ് ഓഫ് പർപ്പസ്, their connection to others, and the practice of living by values and beliefs. ഒരാൾക്ക് ആത്മീയമായി ഒരു ഉണർവ് ഉണ്ടാവുക, മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, പിന്നെ എന്താണ് സ്വന്തം വാല്യൂസും ബിലീഫ്സും ഒക്കെ അനുസരിച്ച് ജീവിക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി സ്പിരിച്വലി ഹെൽത്തി പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബിലീഫ് ഇൻ ഡൂയിങ് ഗുഡ് ആൻഡ് അവോയ്ഡിങ് ഹാം ടു അതേഴ്സ്. നല്ലത് മാത്രം ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, ഇതിൽ വിശ്വസിക്കുന്നു. ഹാസ് ഫെയ്ത്ത് ഇൻ ജസ്റ്റിസ് ആൻഡ് ഗുഡ്നെസ് വെദർ ഓർ നോട്ട് കണക്റ്റഡ് ടു ഗോഡ്. ദൈവമായിട്ട് കണക്ട് ചെയ്യാതെയോ അതെന്തെങ്കിലും ആവട്ടെ, ബട്ട് ഹി ബിലീവ്സ് ഇൻ ജസ്റ്റിസ് ആൻഡ് ഗുഡ്നെസ്. നീതിയിലും നിയമത്തിലും വിശ്വസിക്കുന്നുണ്ട്. അത് ഗോഡുമായിട്ട് കണക്ട് ചെയ്തും ചെയ്യാതെയും വിശ്വസിക്കുന്നവരുണ്ട്. ഇനി ഷോസ് റെക്കഗ്നിഷൻ ഓഫ് അതേഴ്സ് നീഡ്സ് ആൻഡ് ട്രൈസ് ടു മീറ്റ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക? അത് ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള പേഴ്സൺസ് സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺസ് ആണ്. ഡിമോൺസ്ട്രേറ്റ് എ സ്ട്രോങ് സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, നല്ല ഡ്യൂട്ടി ആൻഡ് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കുക. ഇതൊക്കെ സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ ആണ്. ലുക്സ് അറ്റ് ലൈഫ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നോട്ട് ജസ്റ്റ് ബൈ ഫോളോയിങ് റിച്വൽസ് ബ്ലൈൻഡ്ലി. ആൻഡ് ഈ സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ എന്ന് വെച്ചാല് അയാളുടെ ആ ഒരു ബിലീഫ്സ് അല്ലെങ്കിൽ ആ ഒരു റിച്വൽസ് എല്ലാം അങ്ങ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാള് ഒരിക്കലും ഒരു സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ അല്ല. മറിച്ച് റിച്വൽസിനെ അല്ലെങ്കിൽ അയാളുടെ ബിലീഫ്സിന്റെ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് തെറ്റുകളെയൊക്കെ മാറ്റി നിർത്തി നല്ലതിനെ മാത്രം ഫോളോ ചെയ്ത് ജീവിതത്തിൽ തന്നെ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഒരു ശരിയായ രീതിയിൽ വീക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെയും നമുക്ക് സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാല് ആത്മീയമായി ശരിയായ രീതിയിൽ, അതായത് ഒരിക്കലും ഒരു ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരാളല്ല, മറിച്ച് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായ അർത്ഥത്തില് ശരിയായ രീതിയിൽ പോസിറ്റീവ്ലി എടുത്ത് റൈറ്റ് ആറ്റിറ്റ്യൂഡില് നല്ലത് മാത്രം ആൾക്കാർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഹാമും വരുത്താതെ സൊസൈറ്റിയിൽ നല്ലതുപോലെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ എന്ന് വിളിക്കാം. മനസ്സിലായോ?
ബ്ലൈൻഡ് അഡ്ഹറൻസ് ടു കസ്റ്റംസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ഡസ് നോട്ട് ഗ്യാരണ്ടി സ്പിരിച്വൽ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇൻസ്റ്റഡ് എംപതി, കൺസേൺ ഫോർ അതേഴ്സ് ആൻഡ് എ ജെനുവിൻ ഡിസയർ ടു ഹെൽപ്പ് ദ ട്രൂ സയൻസ് ഓഫ് സ്പിരിച്വൽ വെൽബീയിങ്. അതായത് മറ്റുള്ളവരോടുള്ള എമ്പതി, മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ, ജെനുവിൻ ഡിസയർ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ജെനുവിൻ ആയിട്ടുള്ള ഡിസയർ, ഇതൊക്കെയാണ് സ്പിരിച്വൽ വെൽബീയിങ്ങിന്റെ ഒരു ട്രൂ സയൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി സ്പിരിച്വൽ ഹെൽത്ത് ന്യൂട്രീഷനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ന്യൂട്രീഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് സ്പിരിച്വൽ വെൽബീയിങ് ഇൻ മീനിങ് വേസ്. എങ്ങനെയാണ് ന്യൂട്രീഷൻ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? അതിനൊരു എക്സാമ്പിൾ ആണ് ഫാസ്റ്റിംഗ്. അതിപ്പോ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. നോക്കിക്കേ, ഇറ്റ് പ്രൊമോട്ട് സെൽഫ് ഡിസിപ്ലിൻ, ഇൻട്രോസെപ്ഷൻ ആൻഡ് സ്പിരിച്വൽ ക്ലീനിങ്സ്. എന്തിനെയൊക്കെയാണ് ഫാസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്? സെൽഫ് ഡിസിപ്ലിനെ, ഇൻട്രോസെപ്ഷനെ, സ്പിരിച്വൽ ക്ലീൻസിങ്ങിനെ, എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. എൻഹാൻസ് അവയർനെസ് ഓഫ് സ്പിരിച്വൽ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ന്യൂട്രീഷൻ സപ്പോർട്ട്സ് spiritual health by maintaining a healthy body, which is essential for a focused and പീസ്ഫുൾ മൈൻഡ്. സോ ഈ ഒരു സ്പിരിച്വൽ ഹെൽത്ത് ന്യൂട്രീഷൻ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ എക്സാമ്പിൾ ആണ് ഫാസ്റ്റിംഗ്. എല്ലാ കമ്മ്യൂണിറ്റീസും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. ഇത് ഒരാളുടെ സെൽഫ് ഡിസിപ്ലിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സ്പിരിച്വൽ ക്ലീൻസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ സ്പിരിച്വൽ തോട്ട്സ്, എക്സ്പീരിയൻസ്, ഇതിന്റെയൊക്കെയുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ എന്തായിരിക്കും, നമുക്കൊരു ഹെൽത്തി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഇവൻച്വലി ഫിസിക്കൽ ഹെൽത്തിലേക്ക് നയിക്കും. ഫിസിക്കൽ ഹെൽത്ത് ഇവൻച്വലി മെന്റൽ ഹെൽത്തിലേക്ക് നയിക്കും. ഈ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഇവൻച്വലി എങ്ങോട്ടേക്ക് നയിക്കും? സോഷ്യൽ ഹെൽത്തിലേക്ക് നയിക്കും. ഇതെല്ലാം ഇവൻച്വലി എങ്ങോട്ട് നയിക്കും? സ്പിരിച്വൽ ഹെൽത്തിലേക്ക് നയിക്കും. സോ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് കൺസെപ്റ്റ് ആണ്. വെറുതെ ഒരാള് ഫിസിക്കലി ഒരാളെ കണ്ടുകൊണ്ട് അയാൾ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ അയാൾ ഫിസിക്കലിയും മെന്റലിയും സോഷ്യലിയും സ്പിരിച്വലിയും എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. ന്യൂട്രീഷനും ഹെൽത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതെന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ന്യൂട്രീഷനും ഹെൽത്തും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എങ്ങനെയാണെന്ന് നോക്കിക്കേ. A person who eats the right kinds of food in the right amounts is more likely to remain healthy as long as no other factors interfere. On the other hand, a poor eating pattern or eating too little or too much will result in poor health. നമ്മൾ ശരിയായ തരത്തിലുള്ള ഫുഡ് ശരിയായ അളവിന് കഴിച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നേരെ മറിച്ച് പൂർ ഈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരുപാട് കഴിക്കുന്നത്, എന്താ പറയാ, ഒന്നും കഴിക്കാതിരിക്കുന്നതും ഒക്കെ ഹെൽത്തിനെ ബാധിക്കും. മനസ്സിലായോ? സോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ശരിയായ അളവിന് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടുന്ന ഒന്നാണ്. അത് നല്ല അളവിന് എത്തിയാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഓവർ ന്യൂട്രീഷൻ ആണെങ്കിലും അണ്ടർ ന്യൂട്രീഷൻ ആണെങ്കിലും, അതായത് നമ്മൾ ഒരുപാട് കഴിച്ചാലും ഒന്നും കഴിക്കാതിരുന്നാലും നമ്മുടെ ഹെൽത്തിനെ അത് മോശമായി ബാധിക്കും. മാൽ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രിയൻസിന്റെ അളവ് കൂടി പോകുന്നത് കൊണ്ട് കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ. ഇതിനകത്ത് രണ്ടെണ്ണമാണുള്ളത്. അണ്ടർ ന്യൂട്രീഷനും ഉണ്ട്, ഓവർ ന്യൂട്രീഷനും ഉണ്ട്. അണ്ടർ ന്യൂട്രീഷൻ എന്താണ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഡെഫിഷ്യന്റ് ആയിട്ടിരിക്കുക. എക്സാമ്പിൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അത് ആൾക്കാരിൽ അത് കുഞ്ഞുങ്ങളിൽ എന്തുണ്ടാക്കും? ഐ പ്രോബ്ലംസും ഈവൻ ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാക്കും. ഇനി ഓവർ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സസീവ് ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ ഒരുപാട് കഴിക്കുന്നു, ഒരുപാട് ന്യൂട്രിയൻസ് കഴിക്കുന്നു, അതായത് ഒരുപാട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അത് ഒബസിറ്റി, പൊണ്ണത്തടിയിലോട്ട് പോകും. ഇനി ഹൗ എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് കണക്റ്റഡ് ടു ഗുഡ് ഹെൽത്ത്. എങ്ങനെയാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് ഗുഡ് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? നമുക്കൊരു വെൽ ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ കൂടും, ഏർലി ഡെത്ത് ഒക്കെ കുറയും, അല്ലെ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. A diverse and balanced diet rich in fiber, prebiotics and probiotics supports a healthy gut microbiome, which in turn contributes to overall health and well-being. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് ഫൈബറും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗട്ട് മൈക്രോബയോമിന് അത് നല്ലതായിരിക്കും. നമ്മുടെ ഗട്ടിലുള്ള, നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ഗുഡ് ബാക്ടീരിയാസിനൊക്കെ അത് നല്ലതായിരിക്കും. അത് പിന്നെന്താണ്, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും ഒക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ്. അതേപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം തരുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്ക് ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, സിങ്ക്, സെലീനിയം പോലെയുള്ള
ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം ലഭിക്കുന്നുണ്ട്. ബ്രെയിൻ ഫംഗ്ഷൻ ലൈക്ക് ഇപ്പം ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡന്റ്സും ഒക്കെ നമുക്ക് ലഭിക്കും നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ ന്യൂട്രീഷൻ ഈസ് സെൻട്രൽ ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഹെൽത്ത്. അപ്പൊ ഇതൊക്കെ തരുന്നത് കൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് ന്യൂട്രീഷനും ഹെൽത്തും തമ്മിൽ കണക്ട് ചെയ്തിപ്പെട്ട് കിടക്കുന്നത്. സോ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റ് തീർന്നു. ഇതിന്റെ സമ്മറി നോക്കാം. സമ്മറി നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഫുഡ് ഒരു 40+ ന്യൂട്രിയൻസ് തരുന്നുണ്ട്. അതിനെ നമുക്ക് 5 മേജർ കാറ്റഗറീസ് ആക്കാം. പ്രോട്ടീൻസ്, അതായത് ഈ ഒരു 40 എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ നമുക്ക് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിങ്ങനെ 4 ഗ്രൂപ്പായിട്ട് തിരിക്കാം. പിന്നെ വാട്ടറും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് മേജർ ഓൾസോ ഫുഡ് എന്താണ്? ന്യൂട്രീഷണൽ സപ്പോർട്ട് തരുന്നു, എനർജി സോഴ്സ് ആണ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട്, ഹെൽത്ത് മെയിൻ്റെനൻസ് ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ഉണ്ട്. ഇനി ഫുഡ് ചെയിൻ എന്താണെന്ന് നമ്മൾ നോക്കി. ഫുഡ് ചെയിൻ എന്തായിരുന്നു, ഫുഡ് വെബ് എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കി. 4 എസെൻഷ്യൽ ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് 3 കീ ഫംഗ്ഷൻസ് ഉണ്ട്. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ്, സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ്, സോഷ്യൽ ഫംഗ്ഷൻസ്. പിന്നെ എന്താണ് പറയുന്നത്, ശരിയായ ഫുഡ് ശരിയായ രീതിയിൽ കഴിച്ചാൽ നമുക്ക് ഗുഡ് ഹെൽത്ത് ഉണ്ടാവും. ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി എന്താണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും വെൽബീയിങ്ങിനും ഒക്കെ കണക്റ്റഡ് ആയിരിക്കും. സോ ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ ഈ പാഠത്തിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഫുഡ് ചെയിൻ വേഴ്സസ് ഫുഡ് വെബ് ഡയഗ്രാം ഇൻവോൾവിംഗ് ഹ്യൂമൻസ്. മനുഷ്യനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ഫുഡ് വെബ് ഡയഗ്രാം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമല്ലേ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഫുഡ് ചെയിന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലാന്റ്, ആ പ്ലാന്റിനെ ആര് കഴിക്കുന്നു, ഒരു റാബിറ്റ് കഴിക്കുന്നു. ഈ റാബിറ്റിനെ ആര് കഴിക്കുന്നു, മനുഷ്യൻ കഴിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ആ പ്ലാന്റിനെ ചിക്കൻ കഴിക്കുന്നു, ഈ ചിക്കനെ ആര് കഴിക്കുന്നു, മനുഷ്യൻ കഴിക്കുന്നു. അപ്പൊ അങ്ങനെ തന്നെ നമുക്കൊരു ഫുഡ് ചെയിൻ ആക്കി ഈ 2 ഫുഡ് ചെയിനും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫുഡ് വെബ് ആക്കാം അല്ലേ? ഇനി ഡിഫൈൻ ഫുഡ്, ഐഡന്റിഫൈ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫുഡ്. സോ ഫുഡിന്റെ ഡെഫിനിഷൻ ഓൾറെഡി എന്താ പറയാ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഫുഡിന്റെ സോഴ്സസ് ഏതൊക്കെയായിരുന്നു? പ്ലാന്റ് സോഴ്സും ഉണ്ട്, ആനിമൽ സോഴ്സും ഉണ്ട്, പിന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ ഒറിജിൻ ഫുഡ്സും ഉണ്ട്. മെയിൻ ആയിട്ട് പ്ലാന്റ് സോഴ്സും ആനിമൽ സോഴ്സും ആണ് ഉള്ളത്. ഇനി എക്സ്പ്ലെയിൻ ഫുഡ് ചെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഫുഡ് ചെയിൻ ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫുഡ് ചെയിൻ എന്തായിരുന്നു, എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എനർജി ന്യൂട്രിയൻസും ട്രാൻസ്ഫർ ആവുന്നതെന്ന് കാണിക്കുന്ന ഒരു ലീനിയർ സീക്വൻസിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഡയഗ്രാം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി. എളുപ്പമല്ലേ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എഴുതാം. ഏതാണ് ഒരു പ്ലാന്റ്, ആ പ്ലാന്റിനെ ചിക്കൻ കഴിക്കുന്നു, ചിക്കനെ ആര് കഴിക്കുന്നു, മനുഷ്യൻ കഴിക്കുന്നു. ഇനി നാലാമത്തെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റെപ്രസെന്റ്സ് എ പ്രൈമറി കൺസ്യൂമർ ഇൻ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ പ്രൈമറി കൺസ്യൂമറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രൈമറി കൺസ്യൂമർ എന്ന് അറിയണം. എന്താണ് പ്രൈമറി കൺസ്യൂമർ? നമ്മുടെ പ്രൊഡ്യൂസറിനെ ഡയറക്റ്റ് ആയിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലെ. പ്രൊഡ്യൂസറിനെ നേരിട്ട് കഴിക്കുന്നത് അതൊരു ഹെർബിവോർ ആയിരിക്കും. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ, ഓക് ട്രീ ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഈഗിൾ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും പ്രൈമറി കൺസ്യൂമറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ഗ്രാസ് ഹോപ്പർ ആണ്. വേണമെങ്കിൽ നമുക്ക് ഫ്രോഗ്, നമുക്ക് കൺഫ്യൂഷൻ വരാം, ഫ്രോഗ് വരുമോ? പക്ഷെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഗ്രാസ് ഹോപ്പർ ആണ്. ഫ്രോഗ് ഒരിക്കലും വരത്തില്ല. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്. ഫാറ്റിന്റെയും പ്രോട്ടീൻസിന്റെയും ഫംഗ്ഷൻസ് എന്താണെന്ന് എഴുതുക. അപ്പൊ അത് നിങ്ങൾക്ക് സ്ലൈഡിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജി റിസർവ് ആയിട്ടാണ് ഫാറ്റ് പ്രൈമറിലി ആക്ട് ചെയ്യുന്നത്. ഒരു കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പ്രോട്ടീൻസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്തായിരുന്നു? ബോഡി ബിൽഡിങ്ങും ടിഷ്യൂ റിപ്പയറിങ്ങും ഗ്രോത്തും ഒക്കെ ആയിരുന്നു പ്രോട്ടീന്റെ ഫംഗ്ഷൻ. മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെ സ്ലൈഡില് കറക്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ന്യൂട്രീഷ്യസ് ഫുഡ് ഫ്രം ദ പിക്ചേഴ്സ് ബിലോ. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ന്യൂട്രീഷ്യസ് ഫുഡ് ഏതാണ്? ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? കുറച്ച് ഇതാണ്, മറ്റേ ലേസ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ എണ്ണ പലഹാരങ്ങളാണ്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എഗ്ഗും ഇതെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. ബ്രെഡ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മുടെ ബർഗർ, ഡോണറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീം ഒക്കെയാണ്. സോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഏതാണ്? സി ആയിരിക്കും അല്ലെ. ഇനി 7 എന്താണ്? അൺസ്ക്രാമ്പിൾ ദ ഐറ്റം ദ ടേംസ് ബേസ്ഡ് ഓൺ ദിയർ എക്കോളജിക്കൽ റോൾസ്. താഴെ പറയുന്നതിനെ എന്ത് ചെയ്യുക? താഴെ പറയുന്നതെല്ലാം ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അതിനെ കറക്റ്റ് ആക്കി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൂസ് ഉണ്ട്. സീരീസ് ഓഫ് ഓർഗാനിസംസ് ഡിപെൻഡന്റ് ഓൺ ഈച്ച് അതർ ഫോർ ഫുഡ്.
അപ്പൊ ആദ്യത്തേത് എന്തായിരുന്നു? സീരീസ് ഓഫ് ഓർഗാനിസം ഡിപെൻഡന്റ് ഓൺ ഈച്ച് ദർ ഫോർ ഫുഡ്. ഒരു എന്താ പറയുന്നത്, പരസ്പരം ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിച്ച് കിടക്കുന്ന മൃഗങ്ങളുടെ ഒരു ശൃംഖല, അതാണ്. നമ്മൾ ഓൾറെഡി ഈ സീരീസ് ഓഫ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഫുഡ് ചെയിൻ ആണ്. ആദ്യത്തേത് ഫുഡ് ചെയിൻ ആണ് വരുന്നത്. രണ്ടാമത്തേത് നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ്. ഏതാണ്? ഫുഡ് വെബ് ആണ്. രണ്ടാമത്തേത് ഫുഡ് വെബ് ആണ്. റെപ്രസെന്റ്സ് ദ വേരിയസ് ട്രോഫിക് ലെവൽസ്. പല ട്രോഫിക് ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഞാനൊരു പടം കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞത് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ പിരമിഡ് ആണ് മൂന്നാമത്തേത്. ദ ഹയസ്റ്റ് ലെവൽ പ്രിഡേറ്റർ ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിലെ ഹയസ്റ്റ് ലെവൽ പ്രിഡേറ്റർ ഏതായിരുന്നു? അതായത് അതിനെ തിന്നാനായിട്ട് ഇനി വേറെ ആരുമില്ല, അങ്ങനെയുള്ളത് ഏതായിരുന്നു? അപ്പെക്സ് പ്രിഡേറ്റർ. അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ ടേം ഫുഡ് ചെയിൻ ആണ്. രണ്ടാമത്തേത് ഫുഡ് വെബ് ആണ്. പിന്നെ പിരമിഡ് ആണ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് അപ്പെക്സ് പ്രിഡേറ്റർ ആണ്. അടുത്തത് നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഓർഗാനിസം ഉണ്ട്, അതിന്റെ റോളും ഉണ്ട്. സോ ആദ്യം എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. ഗ്രാസ് എന്ന് പറയുന്നത് എന്താണ്? അയ്യോ, ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് തന്നെ വന്നിരിക്കുകയാണ്. എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്, സോറി. എന്റെ ഇതാണ് അതിന്റെ ഉത്തരം. ഗ്രാസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണ്. റാബിറ്റ് പ്രൈമറി കൺസ്യൂമർ ആണ്. ഒംനിവോറിന് എക്സാമ്പിൾ ബിയർ ആണ്. സ്നേക്കിന് എക്സാമ്പിൾ സെക്കൻഡറി കൺസ്യൂമർ ആണ്. സോ ഇത് തന്നെ ആൻസർ തന്നെ വന്നതാണ്. ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ല, സോറി, അതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഹൗ എ പേഴ്സൺ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് സോഷ്യലി ഹെൽത്തി. ഒരു പേഴ്സണെ നമുക്ക് എങ്ങനെ സോഷ്യലി ഹെൽത്തി എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ഇതും പോയിന്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഒരു വ്യക്തി സോഷ്യൽ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പം പഠിച്ചതേ ഉള്ളൂ. അത് പോയിന്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. ഇനി എക്സ്പ്ലെയിൻ ഹൗ ന്യൂട്രീഷൻ ഈസ് ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് വിത്ത് ഹെൽത്ത്. എങ്ങനെയാണ് ന്യൂട്രീഷൻ ഹെൽത്തുമായിട്ട് ഇന്റർലിങ്ക് ചെയ്തിരിക്കുന്നതെന്നും പോയിന്റ് ആയിട്ട് തൊട്ട് മുമ്പിലത്തെ സ്ലൈഡുകളിൽ കിടപ്പുണ്ട്. അപ്പൊ അത് നോക്കി അത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മളുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ക്രോസ് വേർഡ് ആണ്. അതിൽ ഡൗൺ, താപ്പോട്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ താപ്പോട്ട് എഴുതേണ്ടതാണ്. ഏതിനാണ് സെൽഫ് ഡിസിപ്ലിനും സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഡാഷ് ക്യാൻ പ്രൊമോട്ട് എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ. ഏതിനാണ്? ഫാസ്റ്റിങ്ങിനാണ്. അല്ലെ, നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് എന്താണ് ആ ഒരു ഫാസ്റ്റിങ്ങിന്റെ സ്ലൈഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പിരിച്വൽ ഹെൽത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? ഫാസ്റ്റിങ്. രണ്ടാമത്തേത് നോക്കിക്കേ, ഡാഷ് ഹെൽത്ത് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ടു മെഷർ ദാൻ ഫിസിക്കൽ. ഫിസിക്കൽ ഹെൽത്തിനെ കാട്ടി മെഷർ ചെയ്യാൻ പാടായിട്ടുള്ള ഏത് ഹെൽത്ത് ആയിരുന്നു ഉള്ളത്? മെന്റൽ ഹെൽത്ത് ആയിരുന്നു അല്ലേ? നമ്മൾ ആ ഒരു പോയിന്റ് മെന്റൽ ഹെൽത്തില് ആ ഒരു ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, കോംപ്ലക്സ് ആൻഡ് എന്താണ് ഡിഫിക്കൽട്ട് ടു മെഷർ എന്ന്. ഫിസിക്കൽ ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ കോംപ്ലക്സ് as well as ഡിഫിക്കൽട്ട് ടു മെഷർ ആണ് എന്തെന്ന് പറയുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ്. 3 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇമ്പോസിബിൾ ടു റിയലൈസ് ദ ഗോൾ ഓഫ് ഡാഷ് ഹെൽത്ത് ഇഫ് മെന്റൽ ഹെൽത്ത് ഹാസ് നോട്ട് ബീൻ അച്ചീവ്ഡ്. ഇപ്പം കറക്റ്റ് ആയിട്ട് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഹെൽത്തിന്റെ ഗോളാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? ഏത് ഹെൽത്തിന്റെ ഗോളാണ്? സോഷ്യൽ അല്ലേ? സോഷ്യൽ ഹെൽത്തിന്റെ റോളാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാത്തത്. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ക്രോസ് വേർഡ് പൂർത്തിയാക്കി. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? ഡാഷ് ക്യാൻ പ്രൊമോട്ട് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ. ഏതാണ്? ഫാസ്റ്റിംഗ്. രണ്ടാമത്തേത് ഏതായിരുന്നു? ഇമ്പോസിബിൾ ടു റിയലൈസ് ദ ഗോൾ ഓഫ് ഡാഷ് ഹെൽത്ത് ഇഫ് മെന്റൽ ഹെൽത്ത് ഹാസ് നോട്ട് ബീൻ അച്ചീവ്ഡ്. ഏത് ഹെൽത്ത് ആയിരുന്നു? സോഷ്യൽ ഹെൽത്ത്. ആൻഡ് ഫൈനലി ഡാഷ് ഹെൽത്ത് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് മെഷർ ദാൻ ഫിസിക്കൽ. ഏത് ഹെൽത്ത് ആണ് ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും മെഷർ ചെയ്യാൻ പാടായിട്ടുള്ളത്? മെന്റൽ ഹെൽത്ത് ആണ്. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇതിൽ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും എന്താ പറയുന്നത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.